ഞങ്ങൾ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഞങ്ങളുടെ അധികാരങ്ങളും ഞങ്ങളുടെ കഴിവുകളും ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. ഇന്നത്തെ സംഘർഷത്തിൽ ഞങ്ങൾ ചില ആളുകളൊക്കെ കണ്ടു. തോമസിൻ്റെ കുടുംബത്തിനോടുള്ള ആദരവ് കൊണ്ടാണ് ഞങ്ങൾ മറ്റൊന്നും പറയാതിരുന്നത്. പോളിൻ്റെ തോമസ് ഏട്ടൻ്റെ പുത്രനായ പോളിൻ്റെ മരുമകൻ, ആ കുടുംബത്തിലുള്ള ആദരവ് കൊണ്ടാണ് ഞങ്ങളൊന്നും പറയാതിരുന്നത്. ഞങ്ങൾക്ക് പറയാൻ അറിയാത്തതുകൊണ്ടൊന്നല്ല. ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തി പൊതുജീവിതത്തിൽ കൂടി വന്ന് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയിൽ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത ജനപ്രതിനിധികൾ. ഞാൻ കള്ളമില്ല, ചതിയില്ല. എന്തുകൊണ്ടാണ് ജില്ലാ കലക്ടർ ഇവിടെ വരാത്തത്? പരിശോധിക്കണ്ടേ? ഇവിടുത്തെ ജനപ്രതി എന്ന നിലയ്ക്ക് ഞാൻ ഇന്നലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു, ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടി ഒരു CCF ലെവലുള്ള ഉദ്യോഗസ്ഥനെ വയനാട്ടിലോട്ട് അയക്കണം. എത്ര മണിക്കാണ് വിളിക്കുന്നത് അറിയോ? 2 മണിക്ക് ഞാൻ വിളിക്കുന്നു. ഇന്ന് വരെ എത്തിയോ? ജില്ലാ കലക്ടറെ വിളിക്കുന്നു അതിരാവിലെ. കലക്ടർ 9 മണിക്ക് എത്താന്ന് പറഞ്ഞു. എത്തിയോ? ആരാ ജില്ലാ കലക്ടറെ വിലക്കിയത്? ആരാ PCCFനെ വിലക്കിയത്? എന്താ ഇവിടെ ഞാൻ അറിഞ്ഞെടുത്തോളം ചീഫ് സെക്രട്ടറി ലെവലിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഈ ജില്ലയിൽ ഇന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്ഥലത്ത് എത്താത്തത് ഗവൺമെൻറ് ഭാഗമെന്ന് നിലയ്ക്ക്? എന്നിട്ട് ഇപ്പോൾ പ്രതിപക്ഷത്തെ കുറ്റം പറയുക. ഞാൻ ചോദിക്കട്ടെ, ഈ ജില്ലയിൽ നിങ്ങളൊക്കെ മീഡിയ പ്രവർത്തകരും ഇതൊക്കെ കാണുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. മാനന്തവാടി ഒരു സംഭവം ഉണ്ടായി. അവിടുത്തെ MLA ഞങ്ങൾ ഒറ്റപ്പെടുത്തിയോ? ഉണ്ടായ സംഭവത്തിൽ ഞങ്ങളെല്ലാവരും അവിടെ ചെന്നില്ലേ? പ്രശ്നപരിഹാരം ഉണ്ടാക്കിയില്ലേ? കൽപ്പറ്റൊരു സംഭവം ഉണ്ടായി, ഞങ്ങളെല്ലാവരും അവിടെ എത്തിയില്ലേ? അതുപോലെ ജില്ല ഒരു യൂണിറ്റായി കാണണ്ടേ? രാഷ്ട്രീയമായി ചേരുതിരിവുണ്ടാകുന്ന സമീപനമാണ് ഞങ്ങൾ കാണാൻ കഴിഞ്ഞത്. ഞങ്ങളതിലൊന്നും പിന്മാറുന്ന ആളുകളല്ല. ഞങ്ങൾ എന്തായിരുന്നാലും പോളിൻ്റെ കുടുംബത്തോടൊപ്പമുണ്ട്. ഞങ്ങൾ എന്തായിരുന്നാലും അജിയുടെ കുടുംബത്തോടൊപ്പമുണ്ട്. ഞങ്ങൾ എന്തായിരുന്നാലും പ്രജേഷിൻ്റെ കുടുംബത്തോടൊപ്പമുണ്ട്. ഇവിടെ മരണപ്പെട്ട ഏതാണ്ട് 52 പേര് മരണപ്പെട്ടു. ഞാൻ നിയമസഭയിൽ പറഞ്ഞു, ഈ വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെട്ട ഓരോ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളും കൃത്യമായി ഗവൺമെൻറ് പഠിക്കണമെങ്കിൽ ഗവൺമെൻറ് ഒരു സബ് കമ്മിറ്റിയെ വെക്കണം. ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. എവിടെയാണ് ജോലി കൊടുക്കുന്നത്? ബസ് ബാങ്കൊല്ലൊരു മരണമുണ്ടായി. ആ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് ആ സഹോദരൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇന്ന് ഫോറസ്റ്റിൻ്റെ ഒരു കത്ത് വന്നിരിക്കുക, നിങ്ങൾക്ക് ജോലി തരാൻ യാതൊരു നിർവാഹമില്ല. എന്തൊക്കെ സാധ്യതയുള്ള ജില്ലയാണിത്? അതുകൊണ്ട് താൽക്കാലികമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ഈ ഗവൺമെൻറ്. ദൃഢനിശ്ചയത്തോടുകൂടി തീരുമാനമെടുക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ കുടുംബങ്ങളൊന്നും വഴിയാധാരാക്കാൻ പാടില്ല. അതുകൊണ്ട് വനവകുപ്പ് മന്ത്രിയല്ല, ഇനി മന്ത്രി ഉപസമിതിയല്ല ഇവിടെ വരേണ്ടത്. ബഹുമാനപ്പെട്ട സിദ്ദിഖ് MLA സൂചിപ്പിച്ചതുപോലെ ഇത്ര വലിയ നീറുന്ന പ്രശ്നങ്ങൾ, ഗൗരവമുള്ള പ്രശ്നങ്ങൾ, മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി, ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ഇവിടെ മുഖ്യമന്ത്രി എത്തണം. മുഖ്യമന്ത്രി ജില്ലയിൽ വരണം. ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കണം. അതാണ് വേണ്ടത്. അതാണൊരു ജനാധിപത്യ മര്യാദ. അല്ല ഞങ്ങൾക്കിന്ന് ഇവിടെ ബോഡി എത്തിച്ചതിന് ശേഷം പ്രതിഷേധം കണ്ടു കഴിഞ്ഞാൽ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ട് പോകാൻ അറിയാത്തതുകൊണ്ടല്ല, അങ്ങനെ പോകുന്ന ആളുകളല്ല ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യാവസാനം മുതൽ ഈ പോളിൻ്റെ ആ ദുഃഖത്തിൽ പങ്കെടുക്കാനും പോളിൻ്റെ ബോഡിയുടെ കൂടെയും ഇന്നലെ മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഉറച്ചു നിന്നത്. ഇനിയും ഞങ്ങൾ അങ്ങോട്ട് നിൽക്കും. ഇത് മാത്രമാണ് പറയണം. വകുപ്പ് മന്ത്രി, ഈ ജില്ലയുടെ ചാർജുള്ള വകുപ്പ് മന്ത്രി ജില്ലയുടെ ചാർജ് ഒഴിഞ്ഞേ പറ്റൂ. അതോടൊപ്പം തന്നെ മരണപ്പെട്ടത് കുറുവാദ്വീപിലെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഡെസ്റ്റിനേഷനിലുള്ള ഗൈഡാണ്. അപ്പോൾ എത്രത്തോളം ഗൗരവത്തിൽ കാണണം? അവിടെ ഒരാളെ പറഞ്ഞു വിടുക എന്ന് പറയുമ്പോൾ ഒരു വാഹനമില്ല, ഒരു ആയുധമില്ല, അത് ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടിരിക്കുക. മാത്രമല്ല കുറുവാദ്വീപുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റിൻ്റെ സ്ഥിതി എന്താ? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 25 സ്ക്വയർ കിലോമീറ്ററാണ് അവിടെ ഉള്ളത്. അവിടെ കൂട്ടത്തോടുകൂടി ആന വന്നത് ഐഡൻറ്റിഫൈ ചെയ്യാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പരാജയപ്പെട്ടില്ലേ? ഇതന്വേഷിക്കണ്ടേ? ഓരോ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കണം. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ആ വീഴ്ച കണ്ടെത്താൻ ആംബിയർ കാണിക്കണം ഗവൺമെൻറ്, മുഖ്യമന്ത്രി, വനവകുപ്പ് മന്ത്രി, മറ്റ് മന്ത്രിമാർ. അതുകൊണ്ട് മന്ത്രിമാർ ജില്ലയിലെത്തുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ വയനാട് ജില്ല ജനതയ്ക്ക് വേണ്ടി ഇച്ഛാശക്തിയോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി ഞങ്ങൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കും. പ്രതിഷേധത്തെ ഞങ്ങൾ ആരും കുറച്ച് കാണുന്നില്ല. പ്രതിഷേധത്തെ കുറച്ച് കാണുന്ന ആളുകളല്ല ഞങ്ങൾ.
പ്രതിഷേധത്തെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആദ്യ അവസാനം മുതൽ അവിടെ നിന്നിട്ടുള്ളത്.